ഉമ്മറിനെ സാധാരണ ആദ്യം ഞാൻ കണ്ടിരുന്നു. ആ ഉമ്മറല്ല പിന്നെ കണ്ടത്. പൂർവികന്മാരെ ഞാൻ വലിയ പരിചയമാണ്. ഉപ്പനൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള. അപ്പൊ ഇങ്ങനൊരു ഒരു ഭാവനയാണ് മനസ്സിൽ കിടക്കണമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ആരാണ് ഉമ്മർ? ഉമ്മർ തിരുനാവായയിലുള്ള ഒരു സാധാരണക്കാരനല്ല, അയാളൊരു മഹാനാണെന്ന് തന്നെ പറയേണ്ടി വരും. തിരുനാവായ അമ്പലവുമായി ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ആ നാട്ടുകാർക്ക് 100 നാക്കാണെന്നുള്ളതാണ്. അമ്പല നിവാസികൾക്കാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ജീവനക്കാർക്കാണെങ്കിലും അത്രമാത്രം ഈ അമ്പലവും ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഉണ്ട്, അതായത് പാലക്കാട് ഒരു ഉമ്മ റോട്ടിൽ നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കൃത്യമായി ഫാക്ട് അറിഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും, കുറച്ച് സംഘികൾ തന്നെ എന്നെ തെറി വിളിച്ചുകൊണ്ടൊക്കെ കമന്റുകൾ അതിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ബാലൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് ശരിയാണ്, ഞാൻ ബാലൻസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യ രാജ്യമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന, മതേതര രാജ്യമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഫാക്ട് സത്യം അറിയാതെ ഒന്നും ചെയ്യാറില്ല. അതേപോലെ മഹാമാഘ കുംഭമേള കാണാൻ പോയ സമയത്തും എനിക്കുണ്ടായ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ദുരനുഭവം അവിടെ പങ്കുവെച്ചപ്പോൾ അതിലുള്ളിലൂടെ പോലും എന്നെ തെറി വിളിച്ച ആളുകളുണ്ട്. സത്യമായിട്ട് തുറന്നു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ ബ്രഹ്മക്ഷേത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ തവനൂര് വഴി ഒന്ന് ആ പുഴയിലൂടെ നടന്നു പോവുക. തിരിച്ചു പോകുമ്പോഴോ വരുമ്പോഴോ നിങ്ങളെ കൺകുളിർക്കെ കാണാൻ കഴിയുന്ന മൂത്രവിസർജനം നടത്തുന്ന, കണ്ണുപൂട്ടി മൂത്രവിസർജനം നടത്തുന്ന ഒരു കൂട്ടം ആണുങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നുണ പറയല്ല, സത്യമായിട്ട് തുറന്നു പറയണം എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായും ആ നെഗറ്റീവായോടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുക വേണ്ടെന്നുള്ളതാണ്. അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, സേവാഭാരതിയുടെ വളണ്ടിയേഴ്സ് ഉണ്ട്, കൂടാതെ പോലീസുകാരുണ്ട്. ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ നന്നായിരിക്കും. കുട്ടികളും സ്ത്രീകളും ഒക്കെ തല താഴ്ത്തി പോകുന്ന അവസ്ഥ നുണ പറയണമെന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു. ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉമ്മർക്കായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യമാണ്. നവമുകുന്ദ അമ്പലത്തിലേക്ക് പൂജക്കായി കൊണ്ടുവരുന്ന ആ താമരകൾ മുഴുവൻ മുസൽമാൻ ഉണ്ടാക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നരേന്ദ്രമോദി ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹത്തിന് തുലാഭാരം നടത്താൻ കൊണ്ടുവന്നതും അതേ തിരുനാവായിൽ നിന്ന് കൊണ്ടുപോയിട്ട താമരയാണ് എന്നുള്ളതാണ്. അതായത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ തമ്മി തല്ലിക്കാൻ വേണ്ടി കുറെ കൂത്തറകൾ, കുറെ സന്യാസി വേഷങ്ങൾ ധരിച്ച, കുറെ കാക്ഷയ വസ്ത്രം ധരിച്ച, കുറെ കുഷ്ഠം പിടിച്ച മനസ്സുമായിട്ടുള്ള കുറെ എണ്ണം ഈ മഹാകുംഭമേള നടക്കുന്നതിന് മുന്നേ തന്നെ അവർ ഒരുപാട് ഊളത്തരങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടതാ. ഇതിലൊന്നും മലപ്പുറം ജില്ലക്കാർക്ക് ഒരു പങ്കുമില്ല. മലപ്പുറം ജില്ലക്കാർ എന്താണെന്നും ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോയുടെ മുഴുവൻ ക്രെഡിറ്റും SA മീഡിയ ബൈ ഫാരിസിനാണ്. അദ്ദേഹമാണ് ഈ ഇന്റർവ്യൂ 1 വർഷം മുമ്പ് എടുത്തിട്ടുള്ളത്. കാണാം. ഉമ്മർക്ക നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പേര്? രാധാകൃഷ്ണൻ. ഇവരൊക്കെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാലാണ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കരിങ്കൽ പതിക്കലും അതുപോലെ 1700 സ്ക്വയർ ഫീറ്റ് വിശ്രമ ഇരിപ്പിട സ്ഥാപിക്കലും അബ്ബാസ് പുതുപ്പറമ്പിൽ, ഹംസക്കുട്ടി ചെറുപറമ്പിൽ, അല്ലെ, ഇവരൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ മതസൗഹാർദ്ദത്തിന് പ്രത്യേക ഒരു ഇടം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? അടുത്ത സുഹൃത്തുക്കളാണ് 2 പേരും. ഇവിടെ 2 പേര് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അവരുണ്ടാക്കിയ ഇരിപ്പിടാണ്, അവർ കൊടുത്ത സംഭാവനയാണെന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞു തീർന്നിട്ടില്ല. മുഴുവനൊന്ന് കണ്ടിരുന്നു നോക്ക്. ലോകത്ത് ആദ്യമായിട്ട് ടാക്സ് അടച്ചല്ലാതെ പ്രവേശിക്കാൻ പാടുണ്ടായിരുന്നില്ല. വേറെ രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരുന്നില്ല. തിരുനാവായിക്ക് ആദ്യം നെടിയൊരു പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗം തിരുനാവായിക്ക് വരുമ്പോൾ എടപ്പാളിനടുത്ത് കാലടിയിൽ ചുങ്കം എന്ന് പറയുന്നുണ്ട്. അവിടെ ടാക്സ് അടക്കണം. അവിടുന്ന് പാലക്കാട് പേർസന്നൂരിൽ നിന്നും അതുപോലെ തന്നെ പുന്നശ്ശേരിയിൽ നിന്നും പാലക്കാട് കൊല്ലങ്കോട് വരെയുള്ള രാജവംശത്തിൽ ഇങ്ങോട്ട് ആളുകൾ വരികയാണെങ്കിൽ അവര് കാർത്തലയിൽ ചുങ്കണ്ട്, അവിടെ ടാക്സ് അടക്കണം. പിന്നെ വള്ളുവനാടി എന്ന് പറയുന്ന വളാഞ്ചേരിക്ക് അപ്പുറത്തുള്ള ഏത് പ്രദേശത്ത് വരുന്നവരും വെട്ടിച്ചിറയ ചുങ്ക അടക്കണം. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളും കച്ചവടക്കാരും പോത്തന്നൂരിൽ ചുങ്ക അടക്കണം. അതുപോലെ തന്നെ പരപ്പനങ്ങാട് ഭാഗത്ത് കടൽ ഭാഗത്ത് നിന്ന് വരുന്ന മുഴുവൻ ആളുകളും താനാളൂർ ചുങ്ക അടക്കണം. ഇങ്ങനെ 5 ചുങ്കങ്ങൾ അടച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇതൊരു പുതിയ അറിവാണ്. ചില ആളുകൾക്ക് അറിയുമായിരിക്കാം, അറിയാത്ത ആളുകളുടെ മുന്നിലേക്ക് ഒരു പുതിയ അറിവാണ്. ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി ചുങ്കപ്പിരിവുകളൊക്കെ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ അമ്പലത്തിൽ അന്നദാനം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഫണ്ട് വേണം. അതൊക്കെ കണ്ടെത്തിയിരുന്നതും ഇത്തരം ഫണ്ട് വഴി തന്നെയാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഭൂമി കാര്യങ്ങളൊക്കെ പതിച്ചു നൽകിയ കാര്യങ്ങൾ നമുക്കറിയാം. സാമൂതിരിയാണ് അവിടെയുള്ള ഒരുപാട് ഭൂമി പതിച്ചു നൽകിയത് എന്നുള്ള കാര്യം അറിയാം. ഈ എടപ്പാളാണ് നാട്, എടപ്പാള് ചുങ്കം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്, എടപ്പാൾ ചുങ്കം. അതുപോലെ പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെയും നമ്മുടെ വീടിന്റെ അടുത്ത് അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്താണ്. അതും ചുങ്കം പിരിഞ്ഞിരുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. പറയുന്നത് മുഴുവൻ ഉമ്മർക്കയാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. തിരുനാവാ എന്ന് പറഞ്ഞാൽ തിരു ബഹുമാനിക്കപ്പെടുന്ന, നാവ തുറമുഖം, അത് ശാസ്ത്രീയമായ പേരാണ്. നൗക കപ്പൽ എന്ന് പറയും. എന്നതുപോലെ ഇവിടെ തിരുനാവായ്ക്ക് മറ്റൊരു പ്രത്യേകത, ഈ നവാമുകുന്ദ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ നവാമുകുന്ദൻ്റെതാണ്. അഥവാ 9 പ്രതിഷ്ഠകൾ വെച്ച ശേഷം
8 പ്രതിഷ്ഠകളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയപ്പോൾ 9ാമത്തെ പ്രതിഷ്ഠ വെച്ചു. ആ പ്രതിഷ്ഠയുടെ 9 എന്നുള്ള നവം എന്നത് കൊണ്ടാണ് നാവ തിരുനാവ എന്നൊക്കെയുള്ള പേര് വരാനുണ്ടായ കാരണം. പക്ഷേ ഈ പുഴ കാക്കുന്ന ദൈവം കൂടിയാണ് ഇവിടുത്തെ നവാമുകുന്ദൻ മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ, ഈ ഒരു കാര്യവും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ചില ആളുകൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ആ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള വളരെ പ്രസിദ്ധമായ കാര്യങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴാണ് മുസ്ലിങ്ങൾ ഇത് തടയുന്നു, എന്താണ് സർക്കാർ ഇത് തടയുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ആ നാട്ടിലുള്ള ആർക്കും ഒരു വിഷമമുള്ള ഒരു വിഷയമുള്ള കാര്യമല്ലടോ ഇത്. ഇത്തരം പ്രോഗ്രാമുകൾ വരുമ്പോൾ സാമ്പത്തിക നേട്ടവും നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ട അറിവില്ലാത്ത മുൻ പരിചയമില്ലാത്ത പല കാര്യങ്ങളും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും മോശപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും പല ഉത്സവങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഉപകാരമാകുന്നു എന്നൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ ഈ വിശ്വാസികളായ ആളുകൾക്ക് താല്പര്യമില്ലാതെ വരികയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? എല്ലാ ആഘോഷങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്, ഒരുപാട് പാഠങ്ങൾ തരാനുള്ളതാണ്. ഉമ്മർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ബാക്കിയും കൂടി ഒന്ന് കേൾക്കാം. അതിലൊരു പ്രത്യേകത വേറെയുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് 2 കർമ്മങ്ങൾ നിത്യം ചെയ്യാമെന്ന് വാക്കൊടുത്തു. ഒന്ന് താമരപ്പൂ കൊണ്ടുള്ള മാലയും മറ്റൊന്ന് പാൽപായസ നിവേദ്യവുമാണ്. അതിൽ ഈ താമരപ്പൂവിന്റെ മാലയ്ക്ക് പ്രത്യേകത, ഇവിടുത്തെ 95% താമര പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളും അത് ചാർത്തുന്ന ഹിന്ദുക്കളുമുള്ള അത് ഒരു പ്രത്യേകത, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അത് മറ്റിടങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സംഘികളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എന്നിട്ട് പോലും പറയുന്ന വാക്കുകളൊക്കെ എത്ര വലിയ കുഷ്ഠം പിടിച്ച വാക്കാ. എന്താണ് മാപ്പിളമാര്, മേത്തന്മാര്, അങ്ങനെ എന്തൊക്കെയാണ് അറിയോ ഒരു കാഷായ വസ്ത്രം ധരിച്ച ആള് പറഞ്ഞിരുന്നത്. എന്താണ് ബാപ്പന്മാരുടെ സ്ഥലമല്ല എന്നൊക്കെ പറയുമ്പോൾ മലപ്പുറം ജില്ലയും മണൽത്തിട്ടയും ഒരു വാപ്പാന്റെ അല്ല, ഒരു തന്തയുടെ അല്ല, അത് സർക്കാരിന്റെ ഭൂമിയാണ്. സർക്കാരാണ് നോക്കുന്നത്. സർക്കാർ നമ്മളെല്ലാവരും ആണെന്നുള്ളതാ. ആ സർക്കാർ എന്ന് പറയുന്നതിൽ മതമുണ്ടോ ജാതിയുണ്ടോ? ഒന്നുമില്ല, അത് എല്ലാവരുടേതാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സന്യാസിമാരാണെന്ന് പറയുന്ന കപടമുഖമണിഞ്ഞ ആളുകളെ, മുഖമൂടി അണിഞ്ഞ ആളുകളെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. ഇത് സംഘി ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം 95% പൂക്കളും അല്ലെങ്കിൽ താമരപ്പൂക്കൾ കൊടുക്കുന്നത് മുസൽമാനാണ്. ഇനി ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമല്ലേ, അതൊന്ന് കേട്ടോ. അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ ഗുരുവായൂർ അമ്പലത്തില് തുലാഭാരത്തിന് വന്നപ്പോൾ തിരുനാവായത്തെ താമരപ്പൂക്കളാണ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ വെയിറ്റ് പാകാക്കിയത്. തിരുനാവായെന്നാണ് കൊണ്ടുപോയിട്ടാണ് തിലാഭാരം തൂക്കിയത്. 95% മുസൽമാന്മാരുണ്ടാക്കുന്ന താമര നരേന്ദ്രമോദിയുടെ ആ ഒരു വെയിറ്റ് തുലാഭാരത്തിന് വെച്ചു കൊടുത്തു എന്നാ പറയുന്നത്. ഇതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട് നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ തിരുനാവായ അമ്പലത്തിന്റെ മറ്റൊരു വശത്താണ് ഒരു പള്ളി നിൽക്കുന്നത്. തിരുനാവായ കടവാണ്. ആ പള്ളിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ മാമാങ്ക ഭൂമിയിലേക്ക് കടക്കുന്ന ആ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പള്ളിയിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചതാണ്. അവർക്കൊക്കെ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ജനങ്ങളോട് ഞാൻ സംസാരിച്ചതാണ്, അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യന്മാർക്കും ഒറ്റ സ്വരത്തിൽ ഒന്നേ പറയാനുള്ളൂ, നന്മകൾ വിടരട്ടെ, നല്ലത് നടക്കട്ടെ, അത്രേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പൊ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. മലിനമാവരുത് പുഴ. കാരണം അത് നമ്മുടെ എല്ലാവരുടെയും കുടിവെള്ളമാണ്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പൈപ്പ് വെള്ളം വരുന്നുണ്ട്, നമ്മൾ അതൊക്കെ കുടിക്കുന്നുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ വെള്ളമൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ടോ. അപ്പൊ മലിനമാവാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അത് തന്നെയാണെന്നുള്ളതാണ്. മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടില്ല, എവിടെയും എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതില് എന്തായാലും അതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. നല്ല കാര്യങ്ങളാണ്. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ മോശമായിട്ട്, ആ മൂത്രം ഒഴിക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാം. അമ്മ പെങ്ങന്മാര് പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത, ഇവിടുത്തെ മണ്ണിന് മുഴുവൻ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഉത്സവമായിരുന്നു, കഴിഞ്ഞ വിഷുവിന്റെ 14 ദിവസം. ഈ 14 ദിവസം ഇവിടെ ഒരു നേരെങ്കിലും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു പ്രത്യേക ദിവസം 8-ാം തീയതി ആയിരുന്നു, 8-ാം വിളക്ക് ദിവസം സമൂഹ സദ്യ. എല്ലാവർക്കും ഞാനടക്കം 4-5 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത് കാരണം ഇവിടെ നമ്മളത് നോക്കിയിട്ടല്ല. ഇവിടെ പിന്നെ ആര് വന്നു കഴിഞ്ഞാലും, പുറത്തുനിന്ന് അതിഥി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതിയോ പേരോ മതമൊന്നും ചോദിക്കാതെ തന്നെ
ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ചെയ്യാറുണ്ട്. മാനേജ് എടുക്കും. ഈ ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ ഊട്ടുപുരയിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. പുലയുള്ള ആളുകൾക്ക് കയറാൻ കഴിയില്ല എന്നൊരു കാര്യമുണ്ട്. അതായത് ഈ മെൻസസ് ആയ സ്ത്രീകളെ ഓരോ മതത്തിനും ഓരോ ഇതിലും ഓരോരോ ആചാരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നതാകാം, ഇഷ്ടപ്പെടാത്തതാകാം. സ്ത്രീകൾക്ക് അങ്ങനെ ആ ദിവസങ്ങളിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം ഹിന്ദു ആചാരപ്രകാരം ഉള്ളതാണ്. അത് ഇപ്പൊ മാറ്റം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാറ്റം വരുമായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പൂർണ്ണമായിട്ടും അതിന് സാധ്യതയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഊട്ടുപുരയിലേക്ക് പ്രവേശനം ഇല്ലാത്തതുള്ളൂ. അല്ലാത്ത പക്ഷം ജാതി, മത, വർണ്ണവർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റും. മനുഷ്യന്മാരായ മാത്രം മതി എന്നുള്ളത്. വർഗീയത ഉണ്ടാവാതിരുന്നത് മതി. മനുഷ്യന്മാരായ മതി. അവിടെ തല കുനിച്ചിട്ട് വേണം നമ്മൾ ആ ഊട്ടുപുരയിലേക്ക് കടക്കാൻ. അങ്ങനെയാണ് ആ ഊട്ടുപുരയുടെ വാതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനും ഒരു ഐതിഹ്യം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ വണങ്ങിക്കൊണ്ട് വേണം നമ്മൾ കഴിക്കാനകത്തേക്ക് കയറാൻ. ഇപ്പോൾ ഓരോ മതവിശ്വാസ പ്രകാരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥനയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയതാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി കേൾക്കാൻ പോകുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ തോന്നിയൊരു സാധനമാണ്. ഒന്ന് കേട്ടോക്കെ. ശങ്കരമാരാറ് തിരുനാവായ അതെ, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിരുന്നത്. എന്തൊക്കെ അവാർഡുകളാണ്? അവാർഡ് വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയത് ഇപ്പം മുഖം നോക്കാണ്ട് പറയാം, ഈ റീ എക്കോന്റെ ആദ്യത്തെ ഒരു പുരസ്കാരം. ഇവയാണ് ഉമ്മറാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വരണം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി കൊണ്ടുപോയത്. ഓ തീർച്ചയായിട്ടും ഇപ്പോഴും അത് എൻ്റെ അടുത്ത് കയ്യിലുണ്ട്. ഇന്നിപ്പോ സത്യത്തിൽ പറഞ്ഞാല് ആ ഷെൽഫ് സ്ഥലം ചെടി. അപ്പൊ അത് പ്രത്യേകം എന്താ വെച്ചാൽ അമ്പലത്തകത്തിരിക്കുന്ന ഒരു കലാകാരനെ പൊതുസമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെ ജാതിയോ മതമൊന്നും ബാധകമായില്ല. റീ എക്കോ അവാർഡ് നമ്മുടെ ഉമ്മർക്കയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കി കൊടുത്തത്. അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. അങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് അല്ലെ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ ഒരു സാധനം തോന്നിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പവർ ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര പവറാണ്. ഇതൊന്നും ചില ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഈ മാമാങ്ക ഭൂമിയിൽ ഒരു മഹാമകം കുംഭമേള നടത്തുന്നതിൽ ആർക്കാണ് പ്രശ്നമുണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രാഷ്ട്രീയ ചരടുവലിക്ക് വേണ്ടിയിട്ട് വെറുതെ ഇവിടെയുള്ള മനുഷ്യന്മാരെ കയറിലിട്ട് കുടുക്കി വലിക്കാൻ നിൽക്കല്ലേ എന്റെ പൊന്നുമക്കളെ. ആ കയറങ്ങ് പൊട്ടിപ്പോവും. കാരണം അത്രമാത്രം ഭാരം അതിനുണ്ടാവും. സ്നേഹം എന്ന, സൗഹൃദം എന്ന ആ ഒരു ഭാരം നിങ്ങൾക്ക് ഒരിക്കലും വലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. പൊട്ടിപ്പോവുക ചരട്. അതിപ്പോ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇന്നും അദ്ദേഹം ഞങ്ങളിപ്പോ പിരിക്കാൻ എന്റെ പാറ്റും അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരുന്നത് വേറെ മാഷിട്ട്. അതൊക്കെ ഇവര് മൂപ്പള കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കപ്പെടും. അവിടെ ജാതിയോ മതമൊന്നും അത് ശ്രദ്ധിക്കാറില്ല. മൂപ്പള തിരിച്ചു സംസാരിക്കാറില്ല അത്തരം കാര്യങ്ങളൊന്നും. അതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ അമ്പലത്തിൽ ഓരോ ജീവനക്കാരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകളും ഇടപെട്ട് സംസാരിക്കാനില്ല എന്നുള്ളത് നേരിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിനേക്കാൾ മുന്നേ പാലം പണിയുടെ സ്റ്റേ വന്ന സമയത്തൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഒരു കൂട്ടം കാവ്യവസ്ത്രം അണിഞ്ഞ ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട്, എന്റെ കയ്യിൽ ഇപ്പോഴും ആ വീഡിയോസ് ഒക്കെ ഉണ്ട്, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, അത് കയ്യിലിരിക്കട്ടെ എന്ന് വെച്ച് അവിടെ വെച്ചിരിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. ഇനി ഉമ്മർക്ക ഒരു ചരിത്രം കൂടിയും പറയുന്നുണ്ട്, അതും കൂടിയും കേൾക്കണം. വാവിന് മിനിമം 50,000-ലധികം ആൾക്കാരുണ്ടാവും. അങ്ങനെ 4 വാവുണ്ടാവും. ഈ 4 വാവിന്റെ ദിവസം ഈ കർക്കിടകമ്പോളിലെ വാവിന് അത് നിറഞ്ഞു ഒഴുകണ വെള്ളം. ഈ സമയത്തും അല്ലാത്ത സമയത്ത് അമ്പലത്തിൽ ആളുടെ സമയത്തും ഓവറാവുന്ന സമയത്തും ഇപ്പോൾ തഞ്ഞിസം ഇതുണ്ടായിരുന്നു, ആറാട്ടുണ്ടായിരുന്നു, ദേവന്റെ ആറാട്ട്. ഈ സമയത്തൊക്കെ യാവട്ടി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യം അമ്പലത്തിനടുത്തുണ്ടാവും. അവർക്ക് നിശ്ചിത ഗിഫ്റ്റും അമ്പലം കൊടുക്കും. ഇപ്പൊ ഈ യാവട്ടിന് അമ്പലം ആദരിച്ചു ദേവസ്വം. എന്തിനറിയോ? യാവട്ടി മുസ്ലിംസാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അമ്പലത്തിൽ വരുന്ന ആളുകൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ സുരക്ഷ ഏറ്റെടുക്കുന്നതിന് വരില്ല. അതാണ് നേരത്തെ പറഞ്ഞ തിരുനാവായയുടെ ഒരു മറ്റൊരു മുഖം. ഇതാണ് മലപ്പുറം. രാവുണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തിരുനാവായ ദേവസ്വം ബോർഡ് ആദരിക്കുകയാണ്. അവിടെ വരുന്ന മനുഷ്യന്മാർക്ക് ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടാണ് ഓരോ ഊളത്തരങ്ങൾ ചില ആളുകൾ വിളിച്ചു പറയുന്നത്. നമുക്ക് ഊളത്തരങ്ങൾ പറയുന്ന ആളുകളെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇത് കളിക്കുന്നത് നമുക്കറിയാം. നമ്മൾ വിശ്വാസികളാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക തന്നെ ചെയ്യണം.
ഈ മഹാകുംഭമേള നമ്മൾ കാണാൻ പോകണം, അവിടെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് വിശ്വാസികൾ ചെയ്താൽ മതി, വിശ്വാസമില്ലാത്ത ആളുകൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. വെറും ഒരു കാണിയായിട്ട് അവരുടെ സമയം കളയാതിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മളത് അറിയാൻ പോകുമ്പോഴും ഒരു കുഴപ്പമില്ല. വെറുതെ ബഹളം വെക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കൽ കാണാൻ കഴിയുന്ന അവസരം നമ്മൾ മിസ്സാക്കാതിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അവിടെ അടിപൊളിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ മുസൽമാൻ കച്ചവടം ചെയ്യുന്നുണ്ട്, ഹിന്ദു കച്ചവടം ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് അവിടെ പോയി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ ചില ആളുകളുണ്ട്, ആ ചില ആളുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആത്മീയതയുടെയും വാണിജ്യത്തിന്റെയും വലിയൊരു വേദി തന്നെയായിരുന്നു മാമാങ്കം. ഇനി വരുന്ന വർഷങ്ങളെല്ലാം ആ പുഴ നിറയെ കച്ചവടക്കാരും ജനങ്ങളും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, പച്ചയായ മനുഷ്യന്മാരാണ്. കഴുകന്മാരെയും കുറുക്കന്മാരെയും ചെന്നായ്ക്കളെയും ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.